നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മൾ എന്താ പറയുക, ചില കഥകളെക്കുറിച്ചും പിന്നെ ഈ എഴുത്തിന്റെ രീതിയുമൊക്കെ ഇല്ലേ, അതെ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് അക്കാദമിക് ഭാഗങ്ങൾ വെച്ചാണ് ഈ ഒരു വിശകലനം. ശരി. അപ്പോൾ നല്ല കഥകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, പിന്നെ എഴുത്തിൽ നമ്മുടേതായ ഒരു സ്റ്റൈൽ, ഒരു ശൈലി എങ്ങനെ കൊണ്ടുവരാം, ഉം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ നൽകാനാണ് നോക്കുന്നത്. ഉം. ചിലപ്പോൾ നിങ്ങളുടെ എഴുത്ത് നന്നാക്കാനാവാം, അല്ലെങ്കിൽ നല്ല രചനകൾ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാനും ഇത് ഉപകരിക്കും. തീർച്ചയായും. നമുക്ക് സംഭാഷണ രൂപത്തിലുള്ള ചില കഥകളും ഉം. പിന്നെ ഈ എഴുത്ത് ശൈലിയുടെ കാര്യങ്ങളും നോക്കാം. തുടങ്ങാം. സംഭാഷണങ്ങൾക്ക് കഥയിൽ വലിയൊരു പങ്കുണ്ട് ശരിക്കും. നമുക്ക് ആദ്യത്തെ ഉദാഹരണം നോക്കാം. ഒരു സ്കൂൾ പ്രിൻസിപ്പൽ ഇന്റർവ്യൂ ബോർഡിലെ സംഭാഷണം. ഓർക്കുന്നു. അവിടെ ഒരു വനിതയെ നിയമിക്കുന്ന കാര്യത്തിൽ ചെയർമാൻ ഒരു ആശങ്ക. അതെ. പക്ഷേ മറ്റുള്ള അംഗങ്ങൾ, മിസ്സിസ് ഗാർഗ്, ഡോക്ടർ ശർമ്മയൊക്കെ അവരെ വാദിക്കുന്നത് അതല്ല, കഴിവാണ് നോക്കേണ്ടത്, ലിംഗവിവേചനം പാടില്ലെന്നാണ്. ശരിയാണ്. ആ സംഭാഷണം കേൾക്കുമ്പോൾ തന്നെ അവിടത്തെ ഒരു കോൺഫ്ലിക്റ്റ്, കഥാപാത്രങ്ങളുടെ നിലപാടുകൾ, അതൊക്കെ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. അത് തന്നെ. വെറും വാക്കുകളല്ല അത്. അതിലൂടെ അവരുടെ ചിന്തകൾ, പിന്നെ സമൂഹത്തിലെ ചില പ്രശ്നങ്ങൾ, ഇവിടെ ഇപ്പോ ലിംഗവിവേചനം, അതെങ്ങനെ വരുന്നുന്നുള്ളത്, അത് ശ്രദ്ധേയമാണ്. ഇനി അടുത്തതോ, ഡേവിഡ് എന്നൊരാൾ ഭാര്യ മാഗിയെ എങ്ങനെ കണ്ടെത്തി എന്നൊരു തമാശ രൂപത്തിൽ പറയുന്നുണ്ട്. പക്ഷേ കഥയുടെ അവസാനം ഒരു സൂചനയുണ്ടല്ലേ, മാഗിക്ക് പറയാനുള്ളത് ഒരുപക്ഷേ വേറൊരു കഥയായിരിക്കാമെന്ന്. അവിടെയാണ് അതിന്റെ ഒരു രസം. ഒരേ സംഭവം തന്നെ, പക്ഷെ രണ്ടുപേർ പറയുമ്പോൾ രണ്ടായി മാറുന്നു. അതെ. ഇത് കാഴ്ചപ്പാടിന്റെ വ്യത്യാസം മാത്രമല്ല, അത് കഥയ്ക്കൊരു ആഴം കൊടുക്കുന്നുണ്ട്. ചിലപ്പോ കുറച്ച് തമാശയും വരും. ശരിയാണ്. ആര് പറയുന്നു എന്നതനുസരിച്ച് കഥ മൊത്തത്തിൽ മാറും. കൊള്ളാം. ഇനി മൂന്നാമത്തത്, അത് പ്രശസ്തമായ ഒന്നാണ്. പ്രൈഡ് ആൻഡ് പ്രജുഡിസിലെ ആ ഭാഗം, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബെന്നറ്റ്. ക്ലാസിക്. പുതിയൊരു അയൽക്കാരൻ വരുന്നു, വലിയ പണക്കാരൻ. അയാളെ തന്റെ മക്കളിൽ ഒരാളെ കൊണ്ട് കെട്ടിക്കാൻ മിസ്സിസ് ബെന്നറ്റിനുള്ള ആ ഒരു തിടുക്കം. അത് വായിക്കുമ്പോഴേ നമുക്ക് ആ കാലഘട്ടം, കഥാപാത്രങ്ങളുടെ ഒരു രീതി. അതെ. മിസ്സിസ് ബെന്നറ്റിന്റെ ആവേശം, പരദൂഷണം പറച്ചിൽ, മിസ്റ്റർ ബെന്നറ്റിന്റെ ഒരു ഒഴിഞ്ഞുമാറുന്ന നർമ്മം. വളരെ കുറച്ച് വരികളിലൂടെ ജെയിൻ ഓസ്റ്റൻ കഥയുടെ സ്വഭാവം, അതായത് ഇതൊരു സാമൂഹിക ഹാസ്യമാണെന്നുള്ളത്, പിന്നെ പ്രധാന കഥാപാത്രങ്ങളുടെ രീതികൾ എല്ലാം വായനക്കാരന് മനസ്സിലാക്കി തരുന്നു. അതാണ് നല്ല സംഭാഷണങ്ങളുടെ ഒരു ശക്തി. ശരിയാണ്. അപ്പോൾ സംഭാഷണങ്ങൾ കഥയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ജീവൻ നൽകുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് എഴുത്തിന്റെ സ്റ്റൈൽ അഥവാ ശൈലി എന്നതിലേക്ക് വരാം. അല്ലേ, പലരും പലതും പറഞ്ഞിട്ടുണ്ട്. ശരിയായ വാക്കുകൾ ശരിയായ സ്ഥാനത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് ഇതിന്റെയൊക്കെ ഒരു കാതല്? നിർവചനങ്ങൾ പലതുണ്ട്. സ്വിഫ്റ്റ് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ശൈലി വ്യക്തി തന്നെയാണ് എന്ന് ബുഫാൺ പറഞ്ഞിട്ടുണ്ട്. ചിന്തയുടെ വസ്ത്രമാണ് എന്ന് ചെസ്റ്റർഫീൽഡ്. അങ്ങനെ പോകുന്നു. പക്ഷേ അടിസ്ഥാനപരമായി പറഞ്ഞാൽ ശൈലി എന്നത് വെറുതെ ഭംഗിക്ക് വേണ്ടി ചെയ്യുന്ന ഒന്നല്ല. അതൊരു അലങ്കാരം മാത്രമല്ല. അത് നിങ്ങളുടെ ചിന്താരീതിയുടെ, നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഒക്കെ ഒരു പ്രതിഫലനമാണ്. നിങ്ങൾ വിഷയങ്ങളെ എങ്ങനെ കാണുന്നു, എങ്ങനെ സമീപിക്കുന്നു, അതാണ് ശൈലിയിലൂടെ പുറത്തുവരുന്നത്. അപ്പോ വ്യക്തത പ്രധാനമാണ്. വളരെ പ്രധാനം. നല്ല ശൈലിക്ക് ആശയക്കുഴപ്പമില്ലാതെ കാര്യങ്ങൾ വായനാക്കാരനിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോ ഈ നല്ല ശൈലി എന്ന് പറയുമ്പോൾ അതിന് ചില ഘടകങ്ങൾ ഉണ്ടാകുമല്ലോ. നമുക്ക് നോക്കാം. ആദ്യത്തേത് ലാളിത്യം, സിംപ്ലിസിറ്റി. നമ്മുടെ കയ്യിലുള്ള ആ പാക്കേജിങ്ങിനെ കുറിച്ചുള്ളൊരു ഭാഗമുണ്ടല്ലോ, ഉദാഹരണം 4. അത് നോക്കിയാൽ മതി. അതെ, വളരെ ലളിതമാണ്. നേരെ ചൊവ്വേ കാര്യങ്ങൾ പറയുന്നു, സങ്കീർണമാക്കുന്നില്ല. വസ്തുതകൾ അവതരിപ്പിക്കാൻ ഇത് നല്ലതാണ്. പക്ഷേ ലാളിത്യം എന്ന് വെച്ചാൽ അത് വിരസമാകണമെന്നില്ല. ഇല്ല. തൊറോയോടെ എഴുത്തു നോക്കൂ. 5ാമത്തെ ഉദാഹരണം. അദ്ദേഹം നിങ്ങളോട്, അതായത് വായനക്കാരനോട് നേരിട്ട് സംസാരിക്കുന്നത് പോലെ ഒരു തോന്നൽ വരും. അതൊരു സംഭാഷണ ശൈലിയാണ്. ഡയറക്റ്റ് കോൺവെർസേഷണൽ സ്റ്റൈൽ. അതെ. അത് വായനക്കാരന് ഒരു അടുപ്പം തോന്നിപ്പിക്കും. ശരിയാണ്. ആ അടുപ്പം വരാൻ കാരണം ഒരുപക്ഷെ എഴുത്തുകാരന്റെ തനതായ വ്യക്തിത്വം, ഇൻഡിവിജ്വാലിറ്റി അതിലുള്ളതുകൊണ്ടായിരിക്കാം. തീർച്ചയായും. പി.ജി. വുഡ്ഹൗസിന്റെ ഭാഗമില്ലേ, 6ാമത്തെ ഉദാഹരണം.
ഒരു കമ്പിളി മഫ്ലറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക നോട്ടം, ഒരു നർമ്മം കലർന്ന രീതി ഉണ്ട്. അത് വുഡ്ഹൗസിന്റെ സ്റ്റൈലാണ്. സാധാരണ കാര്യങ്ങൾ പറയുമ്പോൾ പോലും കുറച്ച് ഗൗരവമുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഒരു തമാശയുണ്ടാക്കും. അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അതിൽ കാണിക്കുന്നു. അതെ, ആ വ്യക്തിത്വം കൂടുതൽ തെളിച്ചമുള്ളതാക്കാൻ സഹായിക്കുന്ന മറ്റൊന്നാണ് മൂർത്തത, കോൺക്രീറ്റ്നെസ് എന്ന് പറയുന്നത്, അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒന്നാണത്. സ്റ്റെയിൻബെക്കിന്റെ ആ ബില്ലി ബക്ക് എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള വിവരണം ഓർമ്മയില്ലേ? 7ാമത്തെ ഉദാഹരണം ഓർക്കുന്നോ? അയാളുടെ മീശ, മുടി എങ്ങനെയാണ്, ബെൽറ്റിലെ ആ തേയ്മാനം, ഇങ്ങനെയുള്ള കൃത്യമായ, നമുക്ക് മനസ്സിൽ കാണാൻ പറ്റുന്ന വിശദാംശങ്ങൾ. അത് ആ കഥാപാത്രത്തിന് ജീവൻ നൽകുന്നു. വെറുതെ അയാൾ ധൈര്യശാലി ആയിരുന്നു എന്നു പറയുന്നതിനേക്കാൾ എത്രയോ വ്യക്തമാണ് ആ വിവരണം. ശരിയാണ്, അത് മനസ്സിൽ പതിയും. അപ്പോ നമ്മളിന്ന് കണ്ട കാര്യങ്ങൾ, സംഭാഷണങ്ങൾ എങ്ങനെ കഥയ്ക്ക് ജീവൻ നൽകുന്നു, പിന്നെ ലാളിത്യം, സംഭാഷണ രീതി, വ്യക്തിത്വം, ഇതുപോലുള്ള മൂർത്തമായ വിവരങ്ങൾ, ഇതൊക്കെ ചേർന്നാണ് ഒരു എഴുത്തുകാരന്റെ ശൈലി ഉണ്ടാവുന്നത്. അതെ, നല്ല ശൈലി ആശയവിനിമയത്തെ വ്യക്തവും ശക്തവുമാക്കുന്നു. തീർച്ചയായും. പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ ശൈലി എന്ന് പറയുന്നത് പുറമേ നിന്ന് ഒട്ടിച്ചു വെക്കുന്ന ഒന്നല്ല. അത് കൃത്രിമമായി ഉണ്ടാക്കേണ്ടതല്ല. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരേണ്ടതാണ്. നിങ്ങളുടെ ചിന്തയുടെ, കാഴ്ചപ്പാടിന്റെയൊക്കെ പ്രതിഫലനമാണത്. ശരിയാണ്. അപ്പൊ കേൾക്കുന്ന നിങ്ങളോടാണ്, ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ എഴുതുമ്പോഴോ നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ രീതികൾ, അത് എത്രത്തോളം സത്യസന്ധമായി നിങ്ങളെ തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നത്? നല്ല ചോദ്യാണ്. നിങ്ങളുടെ ആ തനതായ ശൈലി കണ്ടെത്താനും ഒരുപക്ഷെ അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താനും നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതൊന്ന് ചിന്തിക്കാവുന്നതാണ്. തീർച്ചയായും. സ്വയം മനസ്സിലാക്കാനുള്ള ഒരു വഴി കൂടിയാണത്.